സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച പരിപാടികളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ സമീപിക്കുന്നത്. അതിനു മുമ്പുള്ള 5 വർഷക്കാലത്തെ UDFന്റെ ഭരണമുണ്ട്. സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഈ രണ്ട് ഭരണങ്ങളെയും വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെയുള്ള 5 വർഷക്കാലത്തെ UDFന്റെ കാലഘട്ടത്തിലെ ഭരണം എന്തായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, മതസൗഹാർദ്ദത്തിനും സമുദായ മൈത്രിക്കും പേരുകേട്ട നമ്മുടെ സംസ്ഥാനത്ത് വർഗീയ ലഹളകളും വർഗീയ കലാപങ്ങളുമായിരുന്നു. 18 പേരാണ് ആ 5 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ വർഗീയ ലഹളയിൽ മരിച്ചത്. എത്ര വർഗീയ സംഘടനകളാണ് നടന്നത്. ജനങ്ങളെ വർഗീയമായിട്ട് ചേരിതിരിച്ച് വർഗീയത കൊണ്ട് മുതലെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മറ്റു മേഖലകളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ കാർഷിക മേഖല, UDFന്റെ 5 വർഷക്കാലത്തെ സവിശേഷമായിട്ടുള്ള സ്വഭാവം ഞാൻ പറയേണ്ടതില്ല. കൃഷിക്കാരൻ കൂട്ട ആത്മഹത്യയുടെ നാളുകളിലായിരുന്നു അന്ന്. 1500 കൃഷിക്കാരാണ് ആ കാലഘട്ടത്തിൽ ആത്മഹത്യക്ക് വിധേയരായത് 5 വർഷക്കാലം. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകളുണ്ടെന്ന് ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർലമെന്റിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കേരളത്തിൽ കർഷകരുടെ ആത്മഹത്യ ഇല്ലാതായി മാറി എന്നുള്ളതാണ്. വ്യാവസായിക രംഗത്ത് UDFന്റെ ഗവൺമെന്റ് കാലത്ത് കേരളത്തിന്റെ വ്യവസായശാലകൾ തകർച്ചയിലായിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരുന്നു അന്നത്തെ ഗവൺമെന്റ് ചോദിച്ചത്. കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ മറ്റു കുട്ടിമാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തിയത്. സെക്രട്ടേറിയറ്റും മന്ത്രിയുടെ ഓഫീസും അതിൻ്റെ പിന്നാമ്പുറങ്ങളും അതിൻ്റെ ഇടനാഴികളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്ന ഏജന്റന്മാരുടെ കൈകളിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നെന്താ അവസ്ഥ? അന്ന് 96 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമുണ്ടാക്കി. ഇന്നിപ്പോൾ ഈ ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ 300 കോടിയിലധികം ലാഭമാണ്. 300 കോടിയിലെ ലാഭമാണെന്ന് മാത്രമല്ല, കഴിഞ്ഞ 30 ആണ്ടുകളിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 8 പുതിയ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പരിപാലന രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കിയേ. കേന്ദ്രമന്ത്രി പറയുന്നത് ഞാൻ ഒരു സദസ്സിലിരുന്ന് കേട്ടതാണ്. 120 കോടിയിൽ പരം രൂപ ചെലവഴിച്ച് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടി തന്നെ. കേന്ദ്ര ഗവൺമെന്റിന്റെ പണം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും തറവാട്ട് സ്വത്തല്ലല്ലോ. ശ്രീ മഹേശ്വരൻ നായർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് രാജ്യത്തിനാകെ വിഭജിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കേരളത്തിന് കിട്ടുന്നുണ്ട്. അത് ഫലപ്രദമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ഫണ്ട് കിട്ടിയപ്പോൾ 100 കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചതെങ്കിൽ 125 കോടി രൂപ ചെലവഴിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചു. കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വളർച്ച കണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് ന്യായമായി ശരിയായിട്ടുള്ള സമയത്ത് ചെലവഴിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ വലിയ തോതിൽ പ്രശംസിക്കുന്നതെന്ന് ഞാൻ കേട്ടതാണ്. മെഡിക്കൽ കോളേജ് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ ചികിത്സാലയങ്ങളും ആശുപത്രികളും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വരെ ഏറ്റവും സജീവമായ 5 വർഷമാണ് കടന്നുപോയത്. എല്ലാ ആശുപത്രികളിലും മരുന്നുണ്ടായി, ഡോക്ടർമാരുണ്ടായി, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉണ്ടായി, നഴ്സുമാരുണ്ടായി. അതിന് ആരോഗ്യരംഗത്ത് UDFന്റെ കാലഘട്ടത്തിൽ ആരോഗ്യരംഗത്ത് ജനകീയമായിട്ടുള്ള ആരോഗ്യ നയം ഉപേക്ഷിച്ചതിനെ തുടർന്ന് കടന്നു വന്നിരുന്നതായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങളെ, ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് വന്നത്? ഡെങ്കിപ്പനിയും മറ്റു പലതരത്തിലുള്ള പനികൾ നാം കുഴിച്ചുമൂടിയതാണ്. അതെല്ലാം തന്നെ അവസാനിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ മറ്റ് എല്ലാ മേഖലകളിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയായിരുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് 1.25 ലക്ഷം ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി പബ്ലിക് സർവീസ് കമ്മീഷനിലൂടെ ജോലി കൊടുത്തു. 31,000 വരുന്ന പുതിയ തസ്തിക ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചു. കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു. ഞാൻ ഇന്നലെ KSRTC-ക്കാരുടെ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു 24,000 പുതിയ ആളുകളെ ഈ 5 വർഷക്കാലത്തിനിടെ KSRTC-യിൽ നിയമിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ്. 12,000 വരുന്ന കണ്ടക്ടർമാരെ നിയമിച്ചു, 6,000 ഡ്രൈവർമാരെ നിയമിച്ചു, 3,000-ഓളം വരുന്ന മറ്റ് സ്റ്റാഫുകൾ നിയമിച്ചു, 3,000 ബസ്സുകൾ റോഡിലിറക്കി, KSRTC-യെ പുനരുദ്ധരിച്ചു, KSRTC-യെ സജീവമാക്കി. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളർച്ച. 2 രൂപയുടെ അരിയുടെ കാര്യം പറഞ്ഞു. 2 രൂപയുടെ അരി യഥാർത്ഥത്തിൽ കൊടുക്കരുതെന്നുള്ള നിലയിൽ എന്തെല്ലാം ദ്രോഹമാണ് ഈ കോൺഗ്രസ് പാർട്ടി കാണിച്ചത്. ഇത് പുതിയൊരു കാര്യമല്ലല്ലോ, ഇലക്ഷൻ സ്റ്റാൻഡല്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് 2 രൂപയ്ക്ക് അരി കൊടുക്കാമെന്ന് പറഞ്ഞില്ല. കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് വിലക്കയറ്റം കൊണ്ട് ജനങ്ങളെ പൊറുതിമുട്ടിക്കുകയും തകർക്കുകയും ചെയ്ത ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പട്ടിണി മരണങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് 2 രൂപയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 40 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന അരി
കേരളത്തിലെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്ത്? ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി കുപ്പായമിട്ട് നടക്കുന്നയാള്, അദ്ദേഹം എന്താ ചെയ്ത്? അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയാണ്. അരി കൊടുക്കാൻ വേണ്ടി പാടില്ല, 2 രൂപയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടി പാടില്ല. സാധാരണ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുക നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നാട്ടിലെ പാവപ്പെട്ടവന് കുറഞ്ഞ വിലയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ ആ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ് കോൺഗ്രസ് ചെയ്തത്. വേറെ ആളുകൾക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. കോടതിയെ സമീപിക്കേണ്ടി വന്നു. കോടതിയുടെ തീരുമാനം ഇപ്പൊ കൊടുക്കുന്നില്ല എന്ന്, കൊടുക്കാതിരിക്കുന്നതിന് എന്തോ ഒരു താല്പര്യമാണ്. റോഡ് നന്നാക്കരുതെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്ന ആരെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? റോഡ് നന്നാക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ സംസ്ഥാനത്തിലെ PWD മന്ത്രിക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കേണ്ടി വന്നു. റോഡ് നന്നാക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ നായരുടെ പാർട്ടിക്കാർ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുന്നത് അവിടെ ടാർ ചെയ്യുന്നു, അവിടെ കുഴിഞ്ഞു കിടക്കുന്നില്ല. നേരത്തെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ, കോർപ്പറേഷൻ ഇലക്ഷനിൽ അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട തുറുപ്പിയുടെ എന്ന് പറയുന്നത്. അന്ന് മഴ കാരണം റോഡെല്ലാം തന്നെ കുളമായി കിടക്കുന്ന ഒരു ഘട്ടത്തിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ച് വോട്ട് പിടിച്ചതുപോലെ വോട്ട് പിടിക്കാൻ നിവൃത്തിയില്ല, റോഡ് നന്നാക്കരുതെന്ന് പറയുകയാണ്. ഇതാണോ ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത്? നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, വികസനം എന്ന് പറഞ്ഞാൽ കുറച്ച് റോഡും പാലവും തോടും മാത്രമല്ല, അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സമൃദ്ധമായിട്ട് ഈ തിരുവനന്തപുരം നഗരം അതിന്റെ ഏറ്റവും വലിയ സാക്ഷിയാണ്. അതിനേക്കാൾ ഈ സമൂഹത്തിലെ ആശ്രയരും മാലംബഹീനരും ദുരിതം പേറുന്നവരും ഏറ്റവും പിന്നാമ്പുറങ്ങളിൽ വസിക്കുന്നവരുമായിട്ടുള്ള ജനലക്ഷങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചോദിക്കുന്നത്.